ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് വലിയ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. ഒരൊറ്റ സത്യം മനസ്സിലാക്കുമ്പോഴാണ് ഏറ്റവും വലിയ മാറ്റമുണ്ടാവുന്നത്. ഈ വീഡിയോയിൽ അതുപോലെ ഒരു സത്യം പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായും കാണുക. ഇതുവരെയും നമ്മുടെ ഫാമിലിയിൽ അംഗമല്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തത് ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചതുകൊണ്ടല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മെ തടയുന്നത്. നമുക്കൊരു കഥയിലൂടെ കടന്നുപോകാം. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും. ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു, ഒരൊറ്റ വാക്കോ ഒരൊറ്റ സത്യമോ മനുഷ്യന്റെ ജീവിതം മാറ്റാൻ കഴിയുമോ? ഗുരു പറഞ്ഞു, കഴിയും മകനെ. ചിലപ്പോൾ ഒരു വാക്ക് മിന്നലായി മനസ്സിൽ തട്ടുമ്പോൾ വർഷങ്ങളായി ഇരുണ്ടുണങ്ങിയ ചിന്തകൾ പ്രകാശിക്കും. മനസ്സ് മാറുന്ന വലിയ കാര്യങ്ങളിലൂടെയല്ല, ഒരു സത്യത്തെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് മനസ്സ് മാറുന്നത്. ഗുരു തുടർന്നു, മനസ്സിന്റെ വാസ്തവം എന്താണ്? മനസ്സെന്നത് ലോകത്തെ കാണിക്കുന്ന കണ്ണാടിയാണ്. പക്ഷെ പലർക്കും അത് മങ്ങിയ കണ്ണാടി പോലെയാണ്. അവർ കാണുന്നത് ലോകമല്ല, അവരുടെ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ്. ശിഷ്യൻ പറഞ്ഞു, അപ്പോൾ മാറ്റേണ്ടത് ലോകമല്ല, നമ്മുടെ കണ്ണാടിയാണല്ലേ? ഗുരു മറുപടി നൽകി, ശരിയാണ്. ലോകം നിങ്ങൾക്ക് വിരോധമല്ല, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ തടയുന്നത്. നമ്മുടെ ചിന്തകളാണ് നമുക്ക് അനുഭവിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങൾ സ്വതന്ത്രനാകും. ഗുരു തുടർന്നു, മകനെ, നീ ഈ സത്യം മനസ്സിലാക്കൂ. നമ്മുടെ ജീവിതം മറ്റാരും മാറ്റാൻ വരില്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ചിന്തകൾ മാറ്റേണ്ടത്. ഇതൊരു സാധാരണ വാക്കല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം രൂപപ്പെടുന്നു. ഒരു ചിന്ത ഒരു വികാരമാകുന്നു, വികാരം ഒരു ശീലമാകുന്നു, ശീലം നിങ്ങളുടെ സ്വഭാവമാകുന്നു, അവസാനം അത് നിങ്ങളുടെ വിധിയാകുന്നു. അതിനാൽ നിങ്ങൾ ഒരു മിനിറ്റ് പോലും പോസിറ്റീവായി ചിന്തിച്ചാൽ ആ മിനിറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഗുരു വീണ്ടും വ്യക്തമാക്കി, സയൻസ് പോലും ഇത് സ്ഥിരീകരിക്കുന്നു. നമ്മുടെ തലച്ചോറിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന പ്രക്രിയ നടക്കുന്നു. അതിനർത്ഥം നമ്മുടെ ചിന്തകളും ശീലങ്ങളും ബ്രെയിൻ പാതകൾ മാറ്റുന്നു എന്നാണ്. പോസിറ്റീവ് ചിന്തകൾ ആവർത്തിച്ചാൽ തലച്ചോറിൽ ഹാപ്പിനെസ് പാതകൾ ശക്തമാകുന്നു. അതുപോലെ നെഗറ്റീവ് ചിന്തകൾ ആവർത്തിച്ചാലോ അത് സ്ട്രെസ് പാതകൾ വളർത്തുന്നു. അതുകൊണ്ടാണ് ഒരൊറ്റ ചിന്തയും ഒരൊറ്റ തിരിച്ചറിവും മനുഷ്യനെ പൂർണ്ണമായി മാറ്റുന്നത് എന്ന് പറയുന്നത്. ശിഷ്യൻ പറഞ്ഞു, ഗുരുവേ, ഇതിനെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാമോ? ഗുരു പറഞ്ഞു, ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു. അവൻ എന്നും പരാതിപ്പെടുന്നവനായിരുന്നു. ജീവിതം എനിക്ക് അന്യായം ചെയ്തു, എനിക്ക് ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു വൃദ്ധൻ അവനോട് പറഞ്ഞു, നീ ജീവിതം മോശമാണെന്ന് പറയുന്നത് നിന്റെ ചിന്തയാണ് സൃഷ്ടിക്കുന്നത്. നിന്റെ വാക്കുകൾ നീ മാറ്റൂ, നിന്റെ ജീവിതം തന്നെ മാറും. ആ യുവാവ് അതിന് ചിരിച്ചു. പക്ഷെ അന്നു മുതൽ അവൻ ഓരോ പ്രഭാതവും പറഞ്ഞു തുടങ്ങി, ഇന്ന് എനിക്ക് എന്തെങ്കിലും നല്ലത് സംഭവിക്കും. 3 മാസത്തിന് ശേഷം അവന്റെ ജീവിതം വളരെയധികം മാറി. അവൻ പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമായി, കാരണം അവൻ തന്റെ ചിന്തയെ മാറ്റി. ഗുരു തന്റെ ശിഷ്യന് അനുഭവത്തിലേക്കായി കുറച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തു. മകനെ, സത്യം കേൾക്കുന്നത് കൊണ്ട് മാത്രം മതിയാകില്ല. ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. എങ്ങനെയെന്നോ? ഒന്നാമതായി, ദിനംപ്രതി 1 മിനിറ്റ് നീ മൗനം പാലിക്കുക. രണ്ടാമത്, ആ മിനിറ്റിൽ എനിക്ക് ഇന്ന് നല്ലത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കി പറയുക. മൂന്നാമതായി, ആ വാക്കുകൾ നിങ്ങളുടെ ബോധത്തിൽ വിത്തുപോലെ നടുക. അന്ന് തന്നെ നിങ്ങൾ കാണും വികാരങ്ങൾ ശാന്തമാകുന്നതും മനസ്സ് തെളിയുന്നതും ആത്മവിശ്വാസം ഉയരുന്നതും. ശിഷ്യൻ പറഞ്ഞു, ഗുരുവേ, ഒരൊറ്റ മിനിറ്റിന്റെ ചിന്ത എത്ര ശക്തമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഗുരു പറഞ്ഞു, അതേ മകനെ, നീ ഓരോ മിനിറ്റിലും നിന്റെ ജീവിതം മാറ്റുന്നുവെന്ന് മനസ്സിലാക്കൂ. നീ ചിന്തിക്കുന്നത് തന്നെ നിന്റെ ഭാവിയാകുന്നു. മനസ്സ് ജയിച്ചാൽ ലോകം ജയിക്കും, മനസ്സ് തോറ്റാൽ എല്ലാം തോൽക്കും. അതാണ് ആ 1 മിനിറ്റിൽ മനസ്സ് മാറ്റുന്ന സത്യം. ഗുരു ശിഷ്യനെ നോക്കി പറഞ്ഞു, നാളെ നീ ലോകം മാറ്റാനാവില്ല, പക്ഷെ നിന്റെ മനസ്സ് മാറ്റിയാൽ ലോകം തന്നെ മാറും. ഈ കഥ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? മനസ്സെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ അതിൽ എന്ത് പ്രോഗ്രാമാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നതുപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസവും എനിക്ക് സാധിക്കില്ല, എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ മനസ്സത് സത്യമാണെന്ന് കരുതി അതുപോലെ തന്നെ പ്രവർത്തിക്കും. പക്ഷെ അതേ മനസ്സിനോട് നിങ്ങൾ ഒരു വാചകം പറഞ്ഞാൽ എനിക്ക് കഴിയും, അത് നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറോ പാതകൾ സൃഷ്ടിക്കും. ഇതാണ് മനസ്സിന്റെ അത്ഭുതം. ഒരു ചിന്ത തന്നെ ഒരു പുതിയ യാഥാർത്ഥ്യം തുടങ്ങുന്നു. സൈക്കോളജിയിൽ പറയുന്നുണ്ട്, മനസ്സ് യാഥാർത്ഥ്യത്തിനും ചിന്തയ്ക്കും വ്യത്യാസം തിരിച്ചറിയില്ല. അതിനാൽ നിങ്ങൾ സ്ഥിരമായി നെഗറ്റീവ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിലും നെഗറ്റീവ് അനുഭവങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷെ നിങ്ങൾ പോസിറ്റീവ് ചിന്തകളാണ് ആവർത്തിക്കുന്നതെങ്കിലോ ബ്രെയിൻ അതിനെ യാഥാർത്ഥ്യമെന്ന് കരുതി അതനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 1 മിനിറ്റിൽ നിങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയും. അത് മതിയാകും നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.